ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചേന കൃഷിയെക്കുറിച്ചുള്ളതാണ്. സ്ഥലമില്ലാത്തവർക്കും കൃഷി ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചേന കൃഷി. സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ചേന ഗ്രോ ബാഗിലും ചാക്കിലുമായി വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കൃഷി രീതി എന്ന് നമുക്ക് നോക്കാം. ചേന കൃഷിയും അതിന്റെ പരിപാലന രീതിയും വളരെ എളുപ്പമാണ്. അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ചേന മണ്ണിലോട്ട് നടുന്നതിന് മുന്നേ തന്നെ നമുക്ക് അരമണിക്കൂർ സ്യൂഡോമോണസ് ലൈനിൽ ചേനയെ മുക്കി വെക്കേണ്ടതുണ്ട്. സ്യൂഡോമോണസ് ലൈനെ നന്നായി വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നടാൻ ഉദ്ദേശിക്കുന്ന ചേനയെ അതിലോട്ട് മുക്കി വെക്കാവുന്നതാണ്. അരമണിക്കൂർ സ്യൂഡോമോണസ് ലൈനിൽ കിടക്കുന്നവരുടെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരികയും ഇതിൻ്റെ മൂടൊന്നും അഴുകി പോകാതെ നല്ല ചേന ചെടിയായിട്ട് വളർന്നു വരികയും ചെയ്യും. ചാക്കിലാണ് ഞാൻ ചേന കൃഷി ചെയ്യുന്നത്. അതിലേക്കായി ചാക്കിൽ നമ്മൾ ഒരു കാൽഭാഗത്തോളം കരിയില നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള കരിയിലകളൊക്കെ നിറച്ചാൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ നമുക്ക് ചാണകപ്പൊടിയും കൂടെ ചേർക്കാം. അടുത്തതായി നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിൽ കാണുന്ന ഒന്നാണല്ലോ ചാരം. അപ്പോൾ എന്തായാലും ചാരം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. ഒരു പിടി എല്ലുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലുപൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെടികളുടെ വേരുകളെല്ലാം തന്നെ നല്ല കരുത്തോടുകൂടി വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ മേഖലയിൽ കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ഇളക്കമുള്ള മണ്ണാണിത്. കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചകിരിച്ചോറ് കുറച്ച് ചേർത്തിട്ടുണ്ട്. നല്ല ഇളക്കമുള്ള മണ്ണാകുമ്പോൾ ചെടിയുടെ വേര് നല്ല രീതിയിൽ തന്നെ വളരാനായിട്ട് സാധിക്കും. ചകിരിച്ചോറില്ലെങ്കിൽ നമുക്ക് മരപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. മരപ്പൊടി വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. സ്യൂഡോമോണസ് ലൈനിൽ അരമണിക്കൂർ മുക്കി വെച്ച ചേനയെ നമുക്ക് ഈ ചാക്കിലോട്ട് നടാവുന്നതാണ്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചേന വിത്താണിത്. ഇതിന് ഒരു മുളയാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ ഞാൻ ഈ ചാക്കിലോട്ട് നടാനായിട്ട് പോവുകയാണ്. ചേനയെ നമുക്ക് ഈ മണ്ണിൽ വെച്ചതിന് ശേഷം നമുക്ക് കരിയില ഉണ്ടെങ്കിൽ നിറച്ച് കരിയിലിട്ട് മൂടാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കരിയില ഇല്ലാത്തതുകൊണ്ട് പച്ച ഇലയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പച്ചില ആയാലും മതി. കരിയിലയും ചാണകപ്പൊടിയും ചാരവും ഉപയോഗിച്ച് കർഷകർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ ചേന കൃഷി എന്ന് പറയുന്നത്. കാരണം ഒട്ടും തന്നെ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണിത്. കർഷകർക്കൊരു മികച്ച ആദായം തന്നെ നേടിക്കൊടുക്കുന്ന ഒരു കൃഷി കൂടിയാണ്. ചേന കൃഷി ചെയ്യുന്നതിന് സമയം ഒട്ടും തന്നെ വൈകിട്ടില്ല. ഇപ്പം വേണമെങ്കിൽ എല്ലാവർക്കും ചേന കൃഷി ചെയ്യാവുന്നതാണ്. കാരണം ചാക്കിലും ഗ്രോ ബാഗിലും ആകുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചേന കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ പച്ചിലകളെല്ലാം തന്നെ നിറച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത്. ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം എല്ലുപൊടിയും കൂടെ മീതിയിൽ വിതറി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ മണ്ണിട്ട് മൂടാവുന്നതാണ്. നല്ലതുപോലെ മണ്ണിട്ട് ഇതിനെ മൂടി കൊടുക്കണം. ഒത്തിരി കട്ടിയിൽ മണ്ണിടേണ്ട ആവശ്യമില്ല. കുറച്ച് മീതിയിൽ മണ്ണിട്ട് കൊടുക്കുക. കാരണം ഈ മുള പൊട്ടി മുകളിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ സൈഡെല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് മണ്ണിട്ട് കവർ ചെയ്ത് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കരിയില വെച്ചൊന്ന് മൂടി കൊടുക്കേണ്ടതാണ്. കരിയില ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചില ആയാലും മതി. അത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നന്നായിട്ടൊരു പൊതയിൽ പോലെ ഇട്ട് കൊടുക്കേണ്ടതാണ്. മറ്റ് കൃഷി രീതികളെ പോലെയല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയെങ്കിലും ചെയ്തു വെച്ചാൽ നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും തന്നെ കിട്ടുന്നതാണ്. മറ്റ് കൃഷികൾ ചിലപ്പോൾ നമുക്ക് ചെടികളൊന്നും തന്നെ നന്നായിട്ട് വരണമെന്നില്ല. ഇതാവുമ്പോൾ നമ്മൾ ഇങ്ങനെയെങ്കിലും ചെയ്തു വെച്ചാൽ നമുക്കിതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു വിളവ് കിട്ടിയിരിക്കും. കീടശല്യം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചെടിയാണിത്. ചാക്കിലാണ് നട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ മഴയില്ലെങ്കിൽ ഡെയിലി വെള്ളം കൊടുക്കേണ്ടതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചേനയെല്ലാം തന്നെ മുളപൊട്ടി ഇതേപോലെ നന്നായിട്ട് കുടയൊക്കെ ഇട്ട് വരുന്നതാണ്. ഇടയ്ക്കൊക്കെ വളപ്രയോഗം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരു മാസം കൂടുമ്പോൾ നമുക്കതിന് ചാണകപ്പൊടി, ജൈവ സ്ലറി ഇതുപോലുള്ളതൊക്കെ കൊടുക്കാവുന്നതാണ്. കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ഇതിൻ്റെ മൂട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. കരിയിലയെല്ലാം തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിറച്ച് കൊടുക്കാവുന്നതാണ്. ഇതുവരെയും ചേന നടാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ചേന നട്ടോളൂ. നമുക്ക് ഓണം ആകുമ്പോഴത്തേക്കും വിളവെടുക്കാം. കൃഷി ചെയ്യുന്നതിന് ഒരു പ്രായപരിധിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു ചേനയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷി സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.